ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Sarika's vlog. അയ്യോ, അവിടെ പോകാൻ മറന്നുപോയി, അത് വാങ്ങാൻ മറന്നുപോയി, അയാളോട് അത് പറയുവാൻ മറന്നുപോയി. ഇത്തരത്തിൽ മറന്നുപോയി എന്ന് ദിവസത്തിൽ ഒരു തവണയെങ്കിലും പറഞ്ഞ് വിഷമിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇത് ഒരു അസുഖമൊന്നുമല്ല, മറ്റ് തിരക്കുകൾക്കിടയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മറന്നു പോകുന്നതാണ്. ഇത്തരത്തിലുള്ള മറവി കൊണ്ട് നിത്യജീവിതത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കാറുണ്ട്, അല്ലേ? ഞാൻ ഇത്ര ചെറിയൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടും നിനക്കത് മറന്നു പോയല്ലോ എന്നുള്ള ചോദ്യം പ്രിയപ്പെട്ടവരിൽ നിന്നും കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഇങ്ങനെ സ്ഥിരം മറക്കുന്നവരാണ് എങ്കിൽ അങ്ങനെയുള്ളവർ പലപ്പോഴും മറ്റൊരാളോട് ഇതൊന്ന് ഓർമ്മിപ്പിച്ചേക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഏൽപ്പിച്ചയാൾക്ക് ഓർമ്മിപ്പിക്കുവാൻ മറക്കുന്നതും തികച്ചും സ്വാഭാവികം മാത്രം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. മൊബൈൽ ഫോൺ കയ്യിലെടുക്കാതെ ഇന്നത്തെ കാലത്ത് ആരും പുറത്തിറങ്ങാറില്ലാത്തതുകൊണ്ടും മൊബൈൽ എടുക്കുവാൻ മറക്കുന്ന സാഹചര്യം താരതമ്യേന വളരെ കുറവായതുകൊണ്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കുവാൻ വേണ്ടി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് മറന്നുപോകുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഫോണിലെ നോട്ടിഫിക്കേഷൻ ബാറിൽ നമുക്ക് പിൻ ചെയ്ത് വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് PinIt എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. 1.5 MB മാത്രം സൈസുള്ള വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണിത്. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും PinIt ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. PinIt ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പെർമിഷനൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. നമുക്ക് എന്ത് കാര്യമാണോ ഓർമ്മിച്ച് വെക്കേണ്ടത് അതിനെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാനായിട്ട് പറ്റുന്നതാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടൈറ്റിൽ എന്ന് കണ്ടില്ലേ? അപ്പോൾ ആ ടൈറ്റിൽ എന്ന് കാണുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് കാര്യമാണോ ഓർമ്മിച്ച് വെക്കേണ്ടത് അതിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മാരേജിന് പോകേണ്ട കാര്യമാണ് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ മാരേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടി താഴെ ഇവിടെ ചേർക്കാവുന്നതാണ്. ഞാൻ മാരേജിൻ്റെ ഡേറ്റും കൂടി കൊടുക്കുന്നുണ്ട്. ആരുടെ മാരേജ് ആണെന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സേവ് ആൻഡ് പിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓർത്ത് വയ്ക്കേണ്ട കാര്യം ഇവിടെ പിൻ ചെയ്ത് വയ്ക്കും. ഇത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ പിൻ ചെയ്ത് കിടക്കുന്നുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ പിൻ ചെയ്ത് കിടക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷനിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ പോലും ഈ ഒരു കാര്യം ഇവിടെ മായാതെ അവിടെ കിടക്കും. അപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കാര്യം ഓർമ്മ വരും. ഇനിയിപ്പോൾ ഇതിനെ ഫോണിൽ നിന്നും റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും PinIt ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച കാര്യമുണ്ടല്ലോ അതിനെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ താഴേതാ ഡിലീറ്റ് ഐക്കൺ വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യെസ് എന്നും കൂടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പിൻ ചെയ്ത് വെച്ച കാര്യം നമ്മുടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞ് ക്ലിയറായി പോയിട്ടുണ്ട്. PinIt എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മടിച്ചു നിൽക്കാതെ ഒരു ലൈക്ക് അടിച്ച് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുവരെ ബൈ, ടേക്ക് കെയർ.